ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1082 ദിവസമായ ഇന്ന് 2024 മെയ് മാസം 1 തീയതി ബുധനാഴ്ച, 1199 ആണ്ട് മേടമാസം 18 തീയതി. ഗുരുവചനങ്ങളിലൂടെ മതത്തിൻ്റെ സാമാന്യ തത്വത്തെ ജനസാമാന്യത്തിന് ഉപദേശിക്കുകയും ഈശ്വരഭക്തിയെ എങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മതബോധവും ഈശ്വരഭക്തിയും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മതത്തിൻ്റെ സാമാന്യ തത്വത്തെ ജനസാമാന്യത്തിന് ഉപദേശിക്കുകയും ഈശ്വരഭക്തിയെ എങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്യുക. 54ാമത് തിരുനാൾ ആഘോഷം നടന്ന അവസരത്തിൽ 1909 ഗുരുദേവൻ പുറപ്പെടുവിച്ച ഒരു സന്ദേശമാണിത്. മതതത്വങ്ങളെക്കുറിച്ച് സാമാന്യ ബോധമെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടാകാതിരുന്നാൽ അത് മതസ്പർദ്ധയ്ക്ക് കാരണമാവും. എൻ്റെ മതം ശ്രേഷ്ഠമെന്നും മറ്റു മതങ്ങൾ ശ്രേഷ്ഠതരമല്ലെന്നുമുള്ള ധാരണ ഉറയ്ക്കുന്നത് മതതത്വങ്ങൾ വേണ്ടുംവണ്ണം അറിയാത്തതുകൊണ്ടാണ്. ഇത് വിഭിന്ന മതങ്ങളിൽ വിശ്വസിക്കുന്ന അനുയായികളിൽ പരസ്പര വിദ്വേഷമുണ്ടാക്കും. ഇത് മനുഷ്യൻ്റെ ശാന്തിക്കും മതത്തിൻ്റെ നിലനിൽപ്പിനും ഭീഷണിയാണ്. മതങ്ങളുടെ മാർഗങ്ങളിൽ മാത്രമാണ് വൈവിധ്യങ്ങൾ. ലക്ഷ്യസ്ഥാനം ഒന്നു തന്നെ. അത് ജനങ്ങളെ വേണ്ടവിധം ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ ഈശ്വരനിലുള്ള ഭക്തി ജനങ്ങളിൽ ഉണ്ടാക്കുകയും അത് ദൃഢമാക്കുകയും വേണം. ഈശ്വരൻ സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടികർത്താവും സൃഷ്ടിജാലവുമാണ്. ആ ഈശ്വരൻ്റെ അംശത്തിലാണ് എൻ്റെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയുമ്പോൾ ഈശ്വരനോട് നിരന്തരമായ ഭക്തി ഉണ്ടാവും. പരമമായ പ്രേമമാണ് ഭക്തിയെന്ന് നാരദ ഭക്തി സൂത്രവും വ്യക്തമാക്കുന്നുണ്ട്. എന്നെ മൃത്യുവിൻ്റെ കൈകളിൽ അകപ്പെടാതെ കാത്തു രക്ഷിച്ചു നിർത്തുന്ന ഈശ്വരനെ സദാനേരവും സ്മരിക്കുക. അപ്പോൾ ചിന്തയും പ്രവൃത്തിയുമെല്ലാം നേരെയാവും. നേരല്ലാത്തതെല്ലാം ദുർബലവുമാവും. അതുകൊണ്ട് ഈശ്വരധ്യാനം ജീവിതത്തിൽ പ്രധാനമാക്കണം. അങ്ങനെയായാൽ ശാന്തിയും സമാധാനവും സന്തോഷവുമെല്ലാം ഒരു പൂവിൻ്റെ നിറവും മണവും ഗുണവും എന്ന പോലെ അനുഭവപ്പെടും. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.